പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിഷ്ണു മച്ചാൻ്റെ അടുത്താണ്, VVS കട്ട്ലറീസിൽ. ഇന്ന് വരാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ഇന്നൊരു ഷോ നൈഫിന് ഓർഡർ കിട്ടി, ഷോക്കത്തിക്ക് ഒരു വെറൈറ്റി ഷോക്കത്തിക്ക് ഓർഡർ കിട്ടി. ആ കത്തി പണിയാനുള്ള ആരംഭമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വരാൻ പറ്റി. അത് നമ്മളെന്ന് വെച്ചാൽ പിക്കപ്പ് അതിൻ്റെ പ്ലേറ്റ് ഉണ്ടോ, അതെ ഇതാണ് പിക്കപ്പിൻ്റെ പ്ലേറ്റ്. ഈ പ്ലേറ്റിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിഷ്ണു മച്ചാൻ എന്ന് വെച്ചാൽ അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, സ്കെച്ചും കാര്യങ്ങളൊക്കെ വെട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ പ്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വർക്കുകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഗായ്സ് നമ്മുടെ കത്തിയുടെ സ്കെച്ചിനകത്ത് കണ്ട അതേ വർക്ക് ഏതാ ചിത്രമായി കണ്ടോ. നമ്മളെ പേപ്പർ കാണിച്ചില്ലേ, ആ പ്ലേറ്റ് ഈ രീതിയിലായി, നിങ്ങൾ കണ്ടുല്ലോ. ഇനി ഇത് പഴുപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചൂടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളതേ കത്തിയുടെ ഇത് പഴുപ്പിക്കാൻ പോകണത് നാടൻ രീതിയിലുള്ള പണ്ടത്തെ പോലത്തെ ഒലയാട്ടോ. അതിനകത്തേക്ക് വെച്ചിട്ട് ചൂടാക്കാൻ പോകണതാണ് നിങ്ങൾ കാണുന്നത് ആണോ. ഇനി അതായത് പഴുത്ത ഒരു പരുവാവണം. അപ്പോൾ നമ്മുടെ കത്തി പഴുത്ത് കുട്ടപ്പനായിട്ട് വരുവാണ്. ഇതാണ് ഇതിൻ്റെ മേക്ക് ഓവർ.
ഏകദേശം കുറേ ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കണോ. ഇനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ പോകണം. ബാക്കി നമുക്ക് കാണാം അടുത്ത തന്നെ പരിപാടി എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് പിടിയുടെ അവിടെയൊക്കെ ഹോളിടാനുള്ള പരിപാടിയിലേക്ക് കിടക്കോട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കറക്റ്റ് അളവെടുത്തിട്ട് ഞാനൊന്ന് തുളയ്ക്കണം നമുക്ക്. അപ്പോൾ നമ്മളിനി തുളയ്ക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഹോൾ ഇടുന്ന നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ടെമ്പറിങ്ങും കാര്യങ്ങളുമാണ്. ടെമ്പറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത് പിടിയിടും. പിടിക്കുള്ള വർക്കാട്ടോ. പിടി മരത്തിൽ നമ്മൾ പിടി കടഞ്ഞെടുക്കണം. അതിനുള്ള വർക്കാണ് ഈ ബാക്കി. അപ്പോൾ ഇനി ഇത് ടെമ്പർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കഴിഞ്ഞു. നമ്മൾ ടെമ്പറിങ് കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ ടെമ്പറിങ്. നമ്മൾ ടെമ്പർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം ഇങ്ങനെയായി കണ്ടോ. ടെമ്പറിങ് ചെയ്ത കത്തി എങ്ങനെയാണ് കണ്ടോ. ടെമ്പർ ചെയ്യണം നിങ്ങൾ കണ്ടുല്ലോ അല്ലേ. അപ്പോൾ അത് കഴിയുമ്പോൾ ഉള്ള അതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ കത്തിയുടെ സൈഡിലുള്ള പിച്ചള കട്ടി തീർക്കാൻ പോകട്ടോ. അപ്പോൾ അതിനാദ്യം നമ്മൾ സ്കെച്ച് തയ്യാറാക്കി വെച്ചായിരുന്നു. അത് കണ്ടിച്ചെടുത്ത് പിച്ചളയിൽ വെച്ചു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കണ്ടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കണേ. അപ്പോൾ ഇനി ഇത് കണ്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കത്തിയുടെ വർക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇത്രയാണ് പണിയായുള്ളൂ കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് വീഡിയോ തരും. പക്ഷേ ഇന്നലെ പണിത് ഇത്രയാണ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് പണി തുടങ്ങാൻ പോകുന്നത്. ബാക്കി പണി തുടങ്ങാൻ പോകട്ടോ. ഇത്ര പണിയായി ഇന്നലെ ആയുള്ളൂ. ബാക്കി ഇന്ന് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പിടി കടയാൻ പോകണം. ഇതാട്ടോ പഴയ തടിയൊക്കെ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എടുത്താണ്. ഈട്ടിയുടെ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി പിടി കടയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കണ വർക്കിലേക്ക് പോവാം. കൊള്ളാം, നല്ല അടിപൊളി സൂപ്പർ കരിവീട്ടി കേട്ടോ. കിടിലൻ സാധനം. നമ്മൾ ആദ്യം കണ്ട ആ തടിക്കഷ്ണമാണ്. ഇത് ഇത്ര ഇതായിട്ട് എടുത്തത്. എന്തോരം നേരത്തെ പരിശ്രമം കൊണ്ടാണെന്നുള്ള ഇത്ര എടുത്തത്. ഇനിയാണ് ബാക്കി പണികൾ കിടക്കണേ. ഓക്കെ, അപ്പോൾ ബാക്കി പണികളൊക്കെ കാണാം. ഓക്കെ,
കത്തിയുടെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ പിച്ചിലയുടെ സംഭവം ഇട്ടത് ഊരി എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇവിടെ അലുമിനിയത്തിൻ്റെ ചിറ്റാണ് ഇട്ടാറുന്നത് നമ്മൾ, കണ്ടോ. ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ പിച്ചിലയുടെ തന്നെ ചിറ്റിടും. പിന്നെ അതെ കത്തിയിൽ ചെറിയ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റി നല്ല ഫിനിഷിങ് ആക്കണം, നല്ല അടിപൊളിയാക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഊരി എടുത്തേക്കണം. കണ്ടോ, ഇതേ അലുമിനിയത്തിൻ്റെ ഇതുണ്ടോ, അതൊക്കെ മാറ്റിയിട്ട് സെയിം തന്നെ ഇതുപോലെ പിച്ചിലയുടെ ആണിയിട്ട് ഉറപ്പിക്കും. അപ്പോൾ ഇനി ബാക്കി പണികൾ നമുക്ക് കാണാം. നമ്മുടെ കത്തിയുടെ ഗ്ലേസിങ് നിങ്ങൾ കണ്ടോ, തിളങ്ങണുണ്ടോ, ഇത്ര നല്ല ഫിനിഷിങ് ആക്കിയുണ്ട്. ഇനി നമുക്കിത് മിറർ ഫിനിഷിംഗ് എന്ന് പറഞ്ഞ ഫിനിഷിംഗ് ആണ് നമ്മുടെ വിഷ്ണു വച്ച നമ്മൾ പറഞ്ഞ കേട്ടോ. അപ്പോൾ മിറർ ഫിനിഷിംഗ് എന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ് ആയിരിക്കും. നമുക്കത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപോകാം എങ്ങനെയാണ് കേട്ടോ. അതവിടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പിച്ചിലയുടെ ചുറ്റും സാധനങ്ങളൊക്കെ ഇതിനകത്ത് പിടിപ്പിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മിറർ ഫിനിഷിങ് കാണാം. ഓക്കെ, മിറർ ഫിനിഷിങ് എന്ന് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ആ കറങ്ങണ സാധനം കണ്ടോ, പേര് എനിക്കറിയാൻ പാടില്ല. ആ സാധനത്തിന് നമ്മളെ മറ്റേ ഇതുപോലെയല്ല, ഇതുപോലെയല്ല, വേറെ ഒരു വ്യത്യാസമുണ്ട്. കളറൊക്കെ ഉണ്ട് കേട്ടോ, ഒരു റെഡ് പോലത്തെ കളറൊക്കെ ഉണ്ട്. അപ്പം നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നതാണ് നമ്മുടെ വിഷ്ണു വച്ചാൻ പറഞ്ഞേക്കണം കേട്ടോ. ആ ഒരു സൈഡ് ചെയ്തിലങ്ങ് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് സൈഡിലോട്ട്. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണ്. ആ തിളങ്ങുണ്ട്. അപ്പം മിറർ ഫിനിഷിങ് എന്നാന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗായ്സ്. ഇപ്പോഴാണ് മനസ്സിലായേ. നല്ല പഞ്ഞി പോലെയൊക്കെ ഒരു ചക്രമാണത്, അതിനകത്തിട്ടാണ് കറക്കണത്. അടി ഇതേ ആ തിളങ്ങുന്നത് കൊള്ളാം. അപ്പോൾ നമ്മുടെ പിടിയുടെ ഫിനിഷിങ് കണ്ടോ, വർക്കൊക്കെ കഴിഞ്ഞു കണ്ടോ. പോളിഷ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയാണ് കണ്ടോ. പിടിക്കാനൊക്കെ നല്ല ലുക്കായില്ലേ നോക്കി കണ്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ 2 ദിവസത്തെ അധ്വാനമാണത്. ഇത് കണ്ടോ, നിങ്ങളിതിൻ്റെ വർക്ക് നോക്കി, എന്താ വർക്ക് നോക്കി. പിക്കപ്പിൻ്റെ ലീഫിനകത്ത് പണത് പിച്ചിലയുടെ ചിറ്റുണ്ടോ, 2 സൈഡിലും പിച്ചിലയുടെ ചിറ്റിട്ട കണ്ടോ. പിന്നെ ഇവിടെ ഒരു തുളയുണ്ട്, ഇവിടെ നമുക്ക് കയറോ എന്തെങ്കിലും വള്ളി പോലത്തെ സാധനം ഇട്ടിട്ട് തൂക്കിയിടാൻ വേണ്ടിയാണ്. പിന്നെ കരിവീട്ടിയുടെ പിടിയാട്ടോ ഇട്ടേക്കണേ. 2 ദിവസം വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിസ്സാരമാണ്, 5 മിനിറ്റോ 10 മിനിറ്റോ വീഡിയോ തീരും. പക്ഷേ വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 ദിവസം നമ്മൾ വീഡിയോ എടുക്കേണ്ട വന്നു. വിഷ്ണു വച്ചാനായാലും 2 ദിവസം പണിയാണ്, നല്ല പണിയാണ്. ഇതുപോലെ ഒരു വർക്ക് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ബ്രോ ഇത് ഇങ്ങനത്തെ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, വേറെ മോഡൽ കത്തി ഇതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. സെയിം അതുപോലെ തന്നെ നമ്മൾ പണിതേക്കണേ കേട്ടോ. അതുണ്ടോ
നിങ്ങൾ നോക്കി അതിൻ്റെ വർക്ക് തന്നെ അത് കണ്ടോ, ഇതിങ്ങനെ പിടിക്കാനൊക്കെ ഉണ്ടല്ലോ എന്നാ സെറ്റാ നോക്കി കണ്ടോ, ഇങ്ങോട്ട് തെന്നി പോവില്ല, ബാക്കിലോട്ട് തെന്നി പോവില്ല കണ്ടോ, അതുപോലെ പണിതേക്കണ പണിയാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുത്തേക്കാം, വിഷ്ണു മച്ചാനായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് അയച്ചു തരും. ഇത് ഒരു ബ്രോ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പണം കൊടുത്തേക്കാം കേട്ടോ. കണ്ടോ ഇതിൻ്റെ വർക്ക് നിങ്ങൾ നോക്കി, ഇതുപോലെ വേറെ വർക്ക് നമ്മളൊരു വീഡിയോയിലോ വേറെ ഒന്നിനും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഷോക്കത്തിയാണ്, ഷോ നൈഫാണ് ഇത് ശരിക്കും കണ്ടോ. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, ഈട്ടിയുടെ പിടി, പ്രത്യേകം പറഞ്ഞാൽ ഈട്ടിയുടെ പിടിയാണ് കണ്ടോ. പിക്കപ്പിൻ്റെ ലീഫും കണ്ടോ, എന്നാ കട്ട് ചെയ്യാൻ നോക്കി കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക, നമ്പർ കൊടുത്തേക്കാം. പിന്നെ ശരിക്കും പറഞ്ഞത് 1 കിലോയുടെ അടുത്ത് തൂക്കമുണ്ട്. കാരണം ഇതും കൂടെ ഇതിൻ്റെ ലീഫിൻ്റെ കട്ടി നിങ്ങൾ കണ്ടോ, ഇത് നമുക്കിപ്പോൾ ചെറിയ ഇതിൻ്റെ കട്ടി നിങ്ങൾ നോക്കി, ഇതൊരു ചെറിയ എന്നെ വേണമെങ്കിലും മുറിക്കാം, നമുക്കൊരു വലിയ മരം വേണമെങ്കിലും നമുക്ക് അത്യാവശ്യം മുറിക്കാൻ പറ്റും. നല്ല നല്ല മൂർച്ചയായിട്ടാണ് ഉണ്ടാക്കിയത് കണ്ടോ കണ്ടോ. അപ്പോൾ നല്ല പണിയെന്ന് വെച്ചാൽ നല്ല കിടിലൻ പണിയാണ്. നമ്മുടെ വിഷ്ണു മച്ചാൻ ഇതുപോലെ വെറൈറ്റി കുറച്ച് ഓർഡർ കൂടെ ഉണ്ട്. അപ്പോൾ അതുപോലെ കത്തിയൊക്കെ എനിക്ക് വന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വന്ന് വീഡിയോ എടുക്കും, നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ കത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കിടിലൻ വർക്കായിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണും. അതുവരെ എല്ലാവർക്കും ബൈ.